നമസ്കാരം, എല്ലാവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള SCERT ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു സീരീസ് വഴി നൽകാൻ പോകുന്നത്. ആദ്യമായിട്ട് കെമിസ്ട്രിയിലെ ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നു. പദാർത്ഥം, ഘടകമൂലകങ്ങൾ, തന്മാത്രയുടെ രാസസൂത്രം, ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം. അപ്പൊ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന പദാർത്ഥം ഏതാണ്? പഞ്ചസാര. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് പഞ്ചസാരയിൽ അടങ്ങിയിട്ടുള്ള ഘടകമൂലകങ്ങൾ. ഇവയുടെ രാസസൂത്രം എന്താണ്? പഞ്ചസാരയുടെ രാസസൂത്രം എന്ന് പറയുന്നത് C12H22O11. C12H22O11 എന്നതാണ് പഞ്ചസാരയുടെ രാസസൂത്രം. അപ്പോൾ ഇവിടെ നമുക്കറിയാം 12, 22, 11 എന്നിങ്ങനെയാണ് അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം. അപ്പോൾ അനുപാതം ചോദിച്ചു കഴിഞ്ഞാൽ 12:22:11. 12:22:11 പഞ്ചസാരയിലെ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം. അടുത്ത പദാർത്ഥം ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തന്നെയാണ്. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന അതേ ഘടകമൂലകങ്ങൾ തന്നെയാണ് ഗ്ലൂക്കോസിലും അടങ്ങിയിരിക്കുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. തന്മാത്രയുടെ രാസസൂത്രം എന്താണ്? C6H12O6. C6H12O6. അപ്പോൾ ഇവിടെ നമ്മൾ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ അനുപാതം ചോദിച്ചു കഴിഞ്ഞാൽ 6:12:6 വരും. ഇത് നമ്മൾ വെട്ടിച്ചെറുതാക്കിയാൽ 1:2:1 അല്ലെ? അതാണ് ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം 1:2:1. അടുത്ത പദാർത്ഥം ജലം. ഘടകമൂലകങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും. ജലത്തിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. തന്മാത്രയുടെ രാസസൂത്രം വരുന്നത് H2O. H2O ആണ് ജലം. H2O. ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം എത്രയാണ്? അപ്പോൾ 2:1. 2:1. ഒന്നുകൂടി പറയാം. പദാർത്ഥം പഞ്ചസാര, ഘടകമൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. രാസസൂത്രം C12H22O11. ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം 12:22:11. അടുത്തത് ഗ്ലൂക്കോസ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. C6H12O6. 1:2:1. ജലം, ഹൈഡ്രജൻ, ഓക്സിജൻ. H2O 2:1. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. തന്മാത്ര എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. പഞ്ചസാരയുടെ തന്മാത്ര എന്ന് പറയുമ്പോൾ പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ അതിന്റെ തന്മാത്ര എന്ന് പറയുന്നത്. വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? വിവിധ പദാർത്ഥങ്ങളാവുന്ന സമയത്ത് തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങളിലെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതവും വ്യത്യാസമായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു, ഗ്ലൂക്കോസ്, പഞ്ചസാര, ജലം എന്നീ 3 പദാർത്ഥങ്ങൾ എടുക്കുമ്പോൾ ഘടകമൂലകങ്ങളിൽ ചിലതിൽ വ്യത്യാസം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഘടകമൂലകങ്ങളുടെ ആറ്റങ്ങളുടെ എണ്ണത്തിലെ അനുപാതത്തിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണ്. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കണങ്ങൾ ഏതൊക്കെയാണ്? ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കണങ്ങൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, അതുപോലെ ന്യൂട്രോൺ. ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കണങ്ങളാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇവയെ സബ് ആറ്റോമിക കണങ്ങൾ എന്ന് പറയുന്നു. സബ് ആറ്റോമിക കണങ്ങൾ എന്ന് പറയുന്നു. ഏതൊക്കെയാണ് സബ് ആറ്റോമിക കണങ്ങൾ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയാണ് സബ് ആറ്റോമിക കണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും ഇലക്ട്രോണിനെ കണ്ടെത്തലും. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും ഇലക്ട്രോണിനെ കണ്ടെത്തലും. 1875 ഈ പരീക്ഷണങ്ങൾ നടന്നത്. വില്യം ക്രൂക്സ് എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ഇരുവശത്തും ലോഹത്തകിടുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി. അപ്പൊ എന്താണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം? 1875 വില്യം ക്രൂക്സ് എന്ന ശാസ്ത്രജ്ഞനാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയത്. അദ്ദേഹം ഒരു ഗ്ലാസ് ട്യൂബിലൂടെ, ഇവിടെ നമുക്ക് കാണാം, ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിടുന്നു. ഇതിൽ 2 ഇലക്ട്രോഡുകൾ ഉണ്ട്. നെഗറ്റീവ് ഇലക്ട്രോഡിനെ നമ്മൾ കാഥോഡ് എന്ന് പറയും, പോസിറ്റീവ് ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്ന് പറയും. 2 ഇലക്ട്രോഡുകളുണ്ട്. ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഗ്ലാസ് ട്യൂബിൽ ഉയർന്ന വോൾട്ടതയിൽ കൂടി വൈദ്യുതി കടത്തിവിട്ടു. വായു ഒരു വിദ്യുദ്രോധി ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. വായു ഒരു വിദ്യുദ്രോധിയാണ്. വിദ്യുദ്രോധി എന്ന് പറയുമ്പോൾ ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതിയെ
കടത്തിവിടാത്തതാണ് വായു. വായു വൈദ്യുതി കടത്തിവിടാത്ത ആളാണ്. അതുകൊണ്ട് സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. എന്നാൽ വായു ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായി കണ്ടു. സാധാരണഗതിയിൽ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. പക്ഷെ ട്യൂബിനകത്തെ വായുവിനെ എന്ത് ചെയ്തു? ഘട്ടം ഘട്ടമായി നീക്കം ചെയ്തു. അങ്ങനെ മർദ്ദം വളരെയധികം കുറച്ചു കഴിയുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായിട്ട് കണ്ടു. സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് ഉപയോഗിച്ചാൽ അതിനു പിറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയിൽ ഇളം പച്ച നിറമുള്ള ഒരു തിളക്കം ഉണ്ടാകുന്നതായി കണ്ടു. സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ്, ഇവിടെ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ഇലക്ട്രോഡിനെയാണ് നമ്മൾ ആനോഡ് എന്ന് പറയുന്നത്. ഇവിടെ സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പുറകിൽ സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ഉപയോഗിച്ചാൽ അതിന് പുറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയിൽ, ഈ ഇലക്ട്രോഡിന് പിറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഇവിടെ സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്നുണ്ട്. ആ ഗ്ലാസ് ഭിത്തിയിൽ ഇളം പച്ച നിറമുള്ള ഒരു തിളക്കം ഉണ്ടാകുന്നതായിട്ട് കണ്ടു. ഈ ഗ്ലാസ് ഭിത്തിയിൽ നമ്മൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ ഇവിടെ ഇളം പച്ച നിറത്തിലുള്ള ഒരു തിളക്കം കാണാം. കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് തിളക്കത്തിന് കാരണം. ഈ തിളക്കം എവിടെ നിന്ന് വന്നു? ഈ കാഥോഡ്, ഈ നെഗറ്റീവ് ഇലക്ട്രോഡാണ് കാഥോഡ്. അവിടെ നിന്ന് കണ്ടോ ഇങ്ങനെ കാഥോഡിൽ നിന്ന് രശ്മികൾ പുറപ്പെടുന്നുണ്ട്. ഈ രശ്മികളാണ് ഈ തിളക്കത്തിന് കാരണം. ഈ രശ്മികൾ കാഥോഡ് രശ്മികൾ എന്ന് അറിയപ്പെട്ടു. കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ്. അതുകൊണ്ട് ഈ രശ്മികൾ എന്താണ് അറിയപ്പെട്ടത്? കാഥോഡ് രശ്മികൾ എന്ന് അറിയപ്പെട്ടു. കാഥോഡ് രശ്മികളെ കുറിച്ച് ശാസ്ത്രജ്ഞർ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുകയും അവയുടെ വിവിധ സവിശേഷതകൾ കണ്ടെത്തുകയും ചെയ്തു. ഓക്കെ, അതാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം. 1875 വില്യം ക്രൂക്സ് ആണ് പരീക്ഷണങ്ങൾ നടത്തിയത്. ഇരുവശത്തും ലോഹത്തകരുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ടിട്ടാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. വായു ഒരു വിദ്യുരോധി ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. എന്നാൽ വായു ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായി അല്ലെങ്കിൽ വൈദ്യുത ഡിസ്ചാർജ് ഉണ്ടാകുന്നതായി കണ്ടു. സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് ഉപയോഗിച്ചാൽ അതിനു പിറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയിൽ ഇളം പച്ച നിറമുള്ള ഒരു തിളക്കം ഉണ്ടാകുന്നതായി കണ്ടു. കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് തിളക്കത്തിന് കാരണം. ഈ രശ്മികൾ കാഥോഡ് രശ്മികൾ എന്ന് അറിയപ്പെട്ടു. കാഥോഡ് രശ്മികളെ കുറിച്ച് ശാസ്ത്രജ്ഞർ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുകയും അവയുടെ വിവിധ സവിശേഷതകൾ കണ്ടെത്തുകയും ചെയ്തു. ഇനി എന്തൊക്കെയാണ് ആ സവിശേഷതകൾ? കാഥോഡ് രശ്മികളുടെ കണ്ടെത്തൽ. മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമെന്ന് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് എപ്പോഴാണ്? മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൈക്കൽ ഫാരഡെ പഠിക്കുകയുണ്ടായി. ഇങ്ങനെ കുറഞ്ഞ മർദ്ദത്തിലൂടെ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ച് പഠിച്ചതാരാണ്? മൈക്കൽ ഫാരഡെ പഠിക്കുകയുണ്ടായി. പക്ഷെ കാര്യക്ഷമമായ നിർവാത പമ്പുകൾ, സക്ഷൻ പമ്പുകൾ ഇല്ലാതിരുന്നതും വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബുകൾ ക്രമീകരിക്കുന്നതിലെ ബുദ്ധിമുട്ടും പഠനങ്ങൾ ശ്രമകരമാക്കി. പക്ഷെ കാര്യക്ഷമമായിട്ടുള്ള സക്ഷൻ പമ്പുകൾ, നിർവാത പമ്പുകൾ ഉണ്ടായിരുന്നില്ല. വായു പുറത്തു കളയുന്നതിനുള്ള പമ്പുകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ വായു നീക്കം ചെയ്ത് ഗ്ലാസ് ട്യൂബുകൾ ക്രമീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പഠനങ്ങളെ ഇത് ശ്രമകരമാക്കി. 1854 ഹെൻറിച്ച് ഗീസ്ലർ ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും വികസിപ്പിച്ചെടുത്തു. ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും വികസിപ്പിച്ചതാണ് ആരാണ്? ഹെൻറിച്ച് ഗീസ്ലർ. നിർവാത പമ്പുകളും ഡിസ്ചാർജ് ട്യൂബുകളും വികസിപ്പിച്ചെടുത്തത് ഹെൻറിച്ച് ഗീസ്ലർ 1854. മെച്ചപ്പെട്ട ഗീസ്ലർ ട്യൂബുകൾ ലഭ്യമായതോടെ ജൂലിയസ് പ്ലക്കർ അതുപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. മെച്ചപ്പെട്ട ഇതുപോലുള്ള ഗീസ്ലർ ട്യൂബുകൾ ലഭ്യമായതോടുകൂടി അതുപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തിയ ആരാണ്? ജൂലിയസ് പ്ലക്കർ അതുപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിലെ കാഥോഡിന് എതിർവശത്തായി ഒരു ദീപ്തി ഉണ്ടാകുന്നുവെന്നും കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഈ തിളക്കത്തിന്റെ സ്ഥാനം മാറ്റാമെന്നും അദ്ദേഹം കണ്ടെത്തി. വൈദ്യുതി കടത്തിവിടുന്ന സമയത്ത് ട്യൂബിലെ കാഥോഡിന് എതിർവശത്ത്, കാഥോഡിന്റെ എതിർവശം എന്ന് പറയുമ്പോൾ കാഥോഡ് നെഗറ്റീവ് ആണ്, കാഥോഡിന്റെ എതിർവശം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വശത്ത് ഒരു ദീപ്തി ഉണ്ടാകുന്നു, ഒരു തിളക്കം ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. കാന്തത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഈ തിളക്കത്തിന്റെ സ്ഥാനം മാറ്റാമെന്നും അദ്ദേഹം കണ്ടെത്തി. ജോഹാൻ വില്യം ഹിറ്റോർഫ്
ഓയ്ഗൻ ഗോൾഡ്സ്റ്റൈൻ എന്നീ ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങൾ തുടർന്ന് നടത്തി. ജോഹാൻ വില്യം ഹിറ്റോർഫ്, ഓയ്ഗൻ ഗോൾഡ്സ്റ്റൈൻ എന്നീ ശാസ്ത്രജ്ഞർ ഈ പരീക്ഷണങ്ങൾ തുടർന്ന് നടത്തി. കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന ഏതോ രശ്മികളാണ് തിളക്കത്തിന് കാരണമാകുന്നതെന്ന് അവർ കണ്ടെത്തി. അവരുടെ കണ്ടെത്തൽ എന്തായിരുന്നു? കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന ഏതോ രശ്മികളാണ് ഈ തിളക്കത്തിന് കാരണമാകുന്നതെന്ന് അവര് കണ്ടെത്തി. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഈ ഒരു ബോക്സ് മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമെന്ന് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൈക്കൽ ഫാരഡെ പഠിക്കുകയുണ്ടായി. പക്ഷെ കാര്യക്ഷമമായ നിർവാത പമ്പുകൾ ഇല്ലാതിരുന്നതും വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബുകൾ ക്രമീകരിക്കുന്നതിലെ ബുദ്ധിമുട്ടും പഠനങ്ങൾ ശ്രമകരമാക്കി. 1854 ഹെൻറിച്ച് ഗീസ്ലർ ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും വികസിപ്പിച്ചെടുത്തു. മെച്ചപ്പെട്ട ഗീസ്ലർ ട്യൂബുകൾ ലഭ്യമായതോടെ ജൂലിയസ് ഫ്ലക്കർ അതുപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിലെ കാഥോഡിന് എതിർവശത്തായി ഒരു ദീപ്തി ഉണ്ടാകുന്നുവെന്നും കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഈ തിളക്കത്തിന്റെ സ്ഥാനം മാറ്റാമെന്നും അദ്ദേഹം കണ്ടെത്തി. ജോഹാൻ വില്യം ഹിറ്റോർഫ്, ഓയ്ഗൻ ഗോൾഡ്സ്റ്റൈൻ എന്നീ ശാസ്ത്രജ്ഞർ ഈ പരീക്ഷണങ്ങൾ തുടർന്ന് നടത്തി. കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന ഏതോ രശ്മികളാണ് തിളക്കത്തിന് കാരണമാകുന്നതെന്ന് അവർ കണ്ടെത്തി. ഇനി കാഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡാണ് കാഥോഡ്. കാഥോഡിൽ നിന്ന് കാഥോഡ് രശ്മികൾ ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ ഒരു വസ്തു വെച്ചു. ഇതൊരു അതാര്യ വസ്തുവാണ്. അതാര്യ വസ്തു എന്ന് പറയുമ്പോൾ പ്രകാശം കടത്തിവിടാത്ത വസ്തുവാണ്. അപ്പോൾ പ്രകാശം കടത്തിവിടാത്ത വസ്തുവിലേക്ക് ഒരു രശ്മി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് എന്ത് വരും? അതിന്റെ നിഴല് വരും, അല്ലെ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, കാഥോഡ് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴൽ ഉണ്ടാകുന്നു. കാഥോഡ് രശ്മികൾ ഇങ്ങനെ പോവുകയാണ്. ആ പാതയിൽ ഒരു അതാര്യ വസ്തു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നിഴൽ ഉണ്ടാകുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു. അതായത് നേർരേഖയിൽ സഞ്ചരിച്ചെങ്കിൽ മാത്രമല്ലേ ഇവിടെ നിഴൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കാഥോഡ് രശ്മികൾ സഞ്ചരിക്കുന്നത് നേർരേഖയിലാണ്. കാഥോഡ് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴൽ ഉണ്ടാകുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു. അടുത്തത്, ഇവിടെ ഒരു നേർത്ത ഇതളുകളിൽ ഒരു ചക്രം വയ്ക്കുകയാണ്. കാഥോഡ് രശ്മികൾ പോകുന്ന വഴിക്ക് ഒരു ചക്രം വെച്ച് കഴിയുമ്പോൾ ഇത് കറങ്ങുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കാഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ചാൽ അത് കറങ്ങുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിനെ ചക്രത്തെ കറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കാഥോഡ് രശ്മികളുടെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് മനസ്സിലായ എന്താണ്? കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഇവയുടെ കണങ്ങൾക്ക് മാസ് ഉണ്ട്. കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതായി കാണുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ ഗ്ലാസ് ട്യൂബ്. അപ്പൊ ഇവിടെ കാഥോഡ് രശ്മികൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുന്നു? വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുന്നു. ഇവിടെയും നമ്മൾ വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുന്ന സമയത്ത് ഈ രശ്മികൾ എങ്ങോട്ടേക്കാണ് ആകർഷിക്കപ്പെടുന്നത്? പോസിറ്റീവ് ഭാഗത്തേക്കാണ് ഇവ ആകർഷിക്കപ്പെടുന്നത്. പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ കാഥോഡ് രശ്മികൾക്ക് ഏത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇതിൽ നിന്ന് കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാന്തിക മണ്ഡലത്തിലും ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. വൈദ്യുത മണ്ഡലത്തിൽ മാത്രമല്ല, കാന്തിക മണ്ഡലത്തിലും ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് കാഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകള്? കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. കാഥോഡ് രശ്മികളുടെ കണങ്ങൾക്ക് മാസ് ഉണ്ട്. അതുപോലെ കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജാണ്. കാന്തിക മണ്ഡലത്തിലും ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. ട്യൂബിനുള്ളിലെ വാതകത്തെ മാറ്റിക്കഴിഞ്ഞാലോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെ മാറ്റിക്കഴിഞ്ഞാലോ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതായത് കാഥോഡ് രശ്മികളിലെ കണങ്ങൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. കാഥോഡ് രശ്മികളിൽ കാണപ്പെടുന്ന ഈ കണികകള് എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ഈ കണികകളെയാണ് നമ്മൾ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. കാഥോഡ് രശ്മിയിൽ അടങ്ങിയിരിക്കുന്ന ഈ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. ഈ കണികകളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇലക്ട്രോണുകൾ എന്ന് വിളിക്കുന്നു. ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം E/m റേഷ്യോ കണ്ടെത്തിയത് ആരാണ്? J.J. തോംസൺ ആണ്. ചാർജ് ബൈ മാസ് എന്ന് പറയുന്ന അനുപാതം കണ്ടെത്തിയത് ആരാണ്? J.J. തോംസൺ. കാഥോഡ് രശ്മികളെ കുറിച്ച് തോംസൺ നടത്തിയ പഠനങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചപ്പോൾ ആറ്റത്തേക്കാൾ ചെറിയ കണികകൾ ഉണ്ടെന്ന് തെളിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾക്കും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കുമായി 1906 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹം നേടി. J.J. തോംസൺ 1906 നോബൽ സമ്മാനം നേടി.
ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടി. എന്തിനു വേണ്ടിയൊക്കെയാണ്? ഡിസ്ചാർജ് പരീക്ഷണങ്ങൾക്കും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കും വേണ്ടിയിട്ടാണ് 1906 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഇലക്ട്രോണിന്റെ മാസ്. ഇലക്ട്രോണിന്റെ E/m അനുപാതം, അതായത് ചാർജ് ബൈ മാസ് അനുപാതം 1.76 × 10⁻11 കൂളോം പെർ കിലോഗ്രാം ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് ബൈ മാസ് അനുപാതം എത്രയാണ്? 1.76 ×10⁻11 കൂളോം പെർ കിലോഗ്രാം. 1.76 × 10⁻11 കൂളോം പെർ കിലോഗ്രാം ആണ് ഇലക്ട്രോണിന്റെ ചാർജ് ബൈ മാസ് റേഷ്യോ. എന്നാൽ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ ജെ തോംസൺ വിജയിച്ചില്ല. പിന്നീട് റോബർട്ട് മില്ലിക്കൺ തന്റെ പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന് 1.6 × 10⁻19 കൂളോം നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ഇതിൽ നിന്ന് ഇലക്ട്രോണിന്റെ മാസ് 9.1 × 10⁻31 കിലോഗ്രാം ആണെന്ന് കണക്കാക്കുകയും ചെയ്തു. പക്ഷെ എന്താണ്, ജെ തോംസൺ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ വിജയിച്ചില്ല. ചാർജ് ബൈ മാസ് റേഷ്യോ മാത്രമാണ് ജെ തോംസൺ കണ്ടെത്തിയത്. 1.7 കണ്ടെത്തിയത്. ഇത് റോബർട്ട് മില്ലിക്കൺ ആണ് ചാർജും മാസും വെവ്വേറെ കണ്ടെത്തിയത്. റോബർട്ട് മില്ലിക്കൺ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആര്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റോബർട്ട് മില്ലിക്കൺ. പരീക്ഷണത്തിന്റെ പേരെന്താണ്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ് ചാർജ് എത്രയാണ്? 1.6 × 10⁻19 കൂളോം ആണ്. അതുപോലെ മാസ് എത്രയാണ്? 9.1 × 10⁻31 കിലോഗ്രാം ആണ് ഇലക്ട്രോണിന്റെ മാസ്. കണ്ടെത്തിയത് റോബർട്ട് മില്ലിക്കൺ ആണ്.